ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്ലാം ഫാമിലി അറ്റ് ധന്യ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇതേപോലെ ഇരുന്നിട്ട് നമ്മൾ ഒരു വീഡിയോ ഇതിനു മുന്നേ ചെയ്തിരുന്നു. അപ്പം ആ വീഡിയോക്കുള്ള റെസ്പോൺസ് വലിയ കുഴപ്പമില്ലാതെ വന്നതിനെ കൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഇതേപോലെ തന്നെ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ അനുഭവങ്ങൾ ഇവിടെ എത്തിയപ്പം ഞാൻ എത്തിയ ആ ഒരു സമയത്തെ കാര്യങ്ങളും അതെങ്ങനെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്ന് അറിയില്ലെങ്കിൽ പോലും ഞങ്ങളൊന്ന് ഇതാക്കിയാണ്. പക്ഷെ ഒരുപാട് ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞു അതെല്ലാവർക്കും കണക്റ്റായി, നിങ്ങളത് നേരത്തെ പറയണമായിരുന്നു, പലർക്കും ഇനി വരുന്നവർക്ക് അതൊരു ഉപകാരമാവും. അപ്പം നിങ്ങൾ ഈ പേടിക്കുന്ന പോലെ ഒന്നും ആഫ്രിക്കയിൽ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല, ആർക്കും വരാവുന്നതാണ്. കേരളത്തിന് ഇഷ്ടപ്പെടുന്ന പോലെ ആഫ്രിക്കനും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇവിടെ ഇപ്പം ഞങ്ങളിപ്പം ഈ പറഞ്ഞ പോലെ തന്നെ പച്ചക്കറീന്റെ വീഡിയോ, ഇവിടുത്തെ കാഷ്യൂ ഫാമിംഗ്, ഇതിനെ കുറിച്ച്, ഇവിടുത്തെ പ്രോസസ്സിംഗ് അതിന്റെയൊക്കെ കുറിച്ചും അത് എക്സ്പോർട്ട് ചെയ്യുന്ന കുറെ മലയാളികളെ കുറിച്ചും ഒക്കെ ഞങ്ങൾ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ആൾക്കാരിലേക്ക് എത്തുമ്പോഴാണ് ആൾക്കാർ അറിയുന്നത്, ഓക്കെ ഇവിടെ ഇത്രയും കാര്യങ്ങൾ ഉണ്ട് അല്ലേ. അതെ അതെ, ആരും അറിയാത്ത സംഭവങ്ങൾ നമ്മളെ വീഡിയോ കാണുമ്പോൾ കുറെ പേര് കണ്ടിട്ട് ഇവിടെ ഇങ്ങനെയായിരുന്നില്ല, ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ നമുക്കും സന്തോഷം. പിന്നെയും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സന്തോഷം കിട്ടുകയാണ് അതിന്. അതെ, അപ്പൊ അതിനെ കൊണ്ടാണ് ഞങ്ങൾ പിന്നെയും വീണ്ടും ഇതേപോലെ തന്നെ വന്നത്. ഇത് സൺഡേ ഈവനിങ് ആണ്. എന്തിനെ കൊണ്ടാണ് ഞങ്ങളൊന്ന് നൈറ്റ് ടൈമിലൊന്ന് വീഡിയോ എടുത്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവര് ഇവിടെ ബാക്കില് ഒരു ഫുഡ് കോർട്ട് തുടങ്ങിയിട്ടുണ്ട് പുതിയതായിട്ട്. അപ്പൊ അവിടെ അവര് ഫുഡ് ഉണ്ടാക്കുന്നതും സെർവ് ചെയ്യുന്നതും പാട്ട് വെച്ചിട്ടൊക്കെ അവര് ഫുൾ എൻജോയ്മെന്റ് ആണല്ലോ. നമ്മളെ ഗാനിയൻസ് തന്നെയാണ് അവിടെ ഫുഡിന്റെ. അപ്പൊ പിന്നെ ഈ ഞായറാഴ്ചയും ശനിയാഴ്ച ഒക്കെ പിന്നെ പാട്ട് ഫുൾ ഓൺ ആയിരിക്കും പുറത്ത്. എന്നാലും വലിയ ഡിസ്റ്റർബൻസ് ഇല്ലാന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ എന്തായിരുന്നു പറഞ്ഞു വന്നത്, ഇപ്പം ഗാനയെ കുറിച്ച്, ഞങ്ങളുടെ ഇവിടെ ഞാൻ എത്തിച്ചേർന്ന ഇതിനെ കുറിച്ച്. ധന്യ ആദ്യം എത്തിച്ചേർന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാനിവിടെ ശരത്തേട്ടൻ എന്നെ നാട്ടിലേക്ക് വന്ന സമയത്ത് എന്നോട് പറഞ്ഞു 2019 സംഭവം നടക്കുന്നത്, നമുക്ക് ഗാനയിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഞാനും അൻഷുവും കൂടി ഏട്ടന്റെ കൂടെ ഇങ്ങോട്ട് വന്നു 2019. അപ്പൊ ഞാൻ ആ സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു. ഇവിടെ എത്തി. പിന്നെ എത്തിയ സമയത്ത് എനിക്ക് 2019 ഡിസംബറിലാണ് ഇവിടെ എത്തുന്നത്. 2019 ഡിസംബർ ആ ഒരു സമയം ഈ കൊറോണ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിമുളച്ച് വരുന്ന ഒരു സമയമാണ്. നമ്മളിവിടെയൊന്നുമില്ല, ഇന്ത്യയിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ചൈനയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ദുബായിലൂടെ നമ്മൾ വരുമ്പോ കുറച്ച് ശ്രദ്ധിക്കണം എന്നുള്ളൊരു ചെറിയൊരു രീതിയിൽ മാസ്ക് ഒക്കെ ധരിക്കണം. മാസ്ക് ഒന്നും ധരിച്ചിട്ടല്ല ഇങ്ങോട്ട് വന്നത്. നമ്മൾ അത്ര വലിയ ആരും കെയർ ചെയ്തിട്ടില്ലല്ലോ ആ സമയത്ത് ഉള്ളത്. അങ്ങനെ ഇവിടെ എത്തിപ്പെടുന്നു. എത്തിപ്പെടാൻ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കുറെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അതെല്ലാം ശരിയാക്കി, എല്ലാം റെഡിയാക്കി ലാസ്റ്റ് ഇവര് വരുന്നു. വന്നിട്ട് ഈ വീടല്ല, ധന്യ പറഞ്ഞ പോലെ തന്നെ പഴയൊരു വീടായിരുന്നു. ആ വീട്ടിലേക്കായിരുന്നു വന്നത്. അവിടുന്ന് അവിടെ ഇവള് പ്രഗ്നന്റ് ആയതിനെ കൊണ്ട് തന്നെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അത് അപ്സ്റ്റേഴ്സും കൂടി ആയിരുന്നു. അപ്പൊ എപ്പോഴും മുകളിലേക്ക് കയറുക. കിച്ചൺ മാത്രമേ താഴെ ഉള്ളൂ. കിച്ചണും ഉണ്ട്, ഒരു ഡൈനിങ്ങും ഉണ്ട് താഴെ. ബെഡ്റൂം ഒക്കെ മുകളിലായിരുന്നു. അപ്പൊ നമുക്ക് ഈ ഡൈനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചുരുങ്ങിയ ഒരു സോഫ മാത്രം ഇട്ടിട്ടുള്ള ഒരു കുടുങ്ങിയത്. അതിലാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും, ഒരു പ്രേത ബംഗ്ലാവ് എങ്ങനെ ഉണ്ടാവും, ഈ പണ്ടത്തെ ഫിലിമിലൊക്കെ കാണുന്ന അതേ ടൈപ്പായിരുന്നു. ചുറ്റും ആളുകളൊന്നും ഇല്ലാതെ ഒരു ഒറ്റപ്പെട്ടൊരു സ്ഥലം. ആ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഈ വീട് മാത്രം. അപ്പൊ നമുക്ക് 2 കൊല്ലം താമസിച്ചു. അതിനുശേഷമാണ് ഇവര് വരുന്നത്. അപ്പൊ നമുക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ നമുക്കതും കുഴപ്പമില്ല. പിന്നെ ഇവർക്ക് ഇതൊരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയ സമയത്ത് അപ്പൊ ഈ സ്റ്റെയറൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയപ്പോ ഞാൻ ഏട്ടനോട് പറഞ്ഞു, വേണ്ട ഏട്ടാ, നമുക്ക് ചെറിയ വീടാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് എല്ലാം താഴെ തന്നെയുള്ള ഒരു ഇങ്ങനെയുള്ള ഈ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തൊരു വീട് നമുക്ക് നോക്കിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ഇത് നമ്മളുടെ അനിയേട്ടനായിരുന്നു ഈ വീട്ടില് താമസിച്ചിരുന്ന അദ്ദേഹം ഇവിടുന്ന് പോവാന്നുള്ള ഒരു സമയം വന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഈ വീട് ചോദിച്ചതാണ്. അദ്ദേഹത്തിന് അറിയുന്ന എല്ലാവരും ഈ വീട് ചോദിച്ചു. പക്ഷെ എന്തോ ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് പുള്ളി ഞങ്ങൾക്ക് ഈ വീട് തന്നു. അതൊരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ വന്ന് 1 മാസം അവിടെ നിന്നു മറ്റേ പഴയ വീട്ടില്. അതിനുശേഷം നേരെ ഇവിടേക്കാണ് വരുന്നത്. അങ്ങനെ പിന്നെ ഒരു 5-6 മാസം എന്ന് പറഞ്ഞാൽ എല്ലാം അടിപൊളിയായിട്ട് നല്ല വീട്, അത്യാവശ്യം നല്ല രീതിയിൽ. ഞങ്ങളാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായി ഒരുമിച്ച് നിന്നിട്ടുമില്ല. അൻഷുവിന്റെ കൂടെ ഞാൻ നിന്നിട്ടില്ല. അങ്ങനെ എല്ലാം കൂടി ആയിട്ട് ഒരു എന്താ പറയാ, നമ്മളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആ 5-6 മാസമായിരിക്കും ചിലപ്പോൾ.
ഗാനയെ എങ്ങനെയാണ് നമ്മളല്ലേ നമ്മളെ ഞാൻ ഗാനേനെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്ന സമയം നല്ല മഴ ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ എല്ലാ രീതിയിലും എല്ലാം കിട്ടും ഇവിടെ എന്നൊക്കെ മനസ്സിലാക്കി. ആകെ ഒരു പ്രശ്നം തന്നെയൊക്കെ ഉണ്ടായിരുന്ന ഒരൊറ്റ കാര്യം പറഞ്ഞാല് നമ്മൾ ഇവിടെ അടിപൊളി നല്ല പപ്പായ കിട്ടും, നല്ല മധുരിക്കുന്ന പപ്പായ, പൈനാപ്പിൾ കിട്ടും. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ രണ്ട് സാധനങ്ങളും എനിക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ പ്രഗ്നന്റ് ആയതിനെ കൊണ്ട്. പക്ഷെ ശരത്തായിരുന്നു അത് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്നിട്ട് എന്റെ മുന്നിൽ വെച്ച് എന്നോട് പറയും കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ പക്ഷെ കട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഒന്ന് ടേസ്റ്റ് വെക്കാൻ വേണ്ടിട്ട് ഇടയ്ക്ക് ഒരു കഷ്ണമൊക്കെ എടുത്ത് കഴിക്കായിരുന്നു. അപ്പൊ കാരണം അത്രയും മധുരമാണ് ഇവിടുത്തെ ഫ്രൂട്ട്സിന് തന്നെ ഒരു പ്രത്യേക മധുരമാണ് എല്ലാ ഫ്രൂട്ട്സിനും കേട്ടോ. അത് എന്തിനെ കൊണ്ടാന്ന് അറിയില്ല. ഇവിടുന്ന് പല ആളുകളും നിങ്ങൾക്കൊന്നും വിശ്വസിക്കുമെന്ന് അറിയില്ല. ഇവിടെ ഉള്ളവരോടൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നവരോട് ചോദിച്ചാൽ മനസ്സിലാവും. ഇവിടെ ഉള്ളവര് പലരും ഇവിടുത്തെ വിത്തും ഇതൊക്കെ കൊണ്ടുപോയിട്ട് നാട്ടില് എന്നിട്ട് കാരണം എന്ന് പറഞ്ഞാല് ഈ ഒരു മധുരവും ഈ ഒരു ഇതിനെ കൊണ്ട് അവക്കാഡോ അതൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് കൊണ്ടുപോകും. അപ്പൊ നമ്മളൊന്നും അത് ചെയ്തിട്ടില്ല. നമ്മളെക്കാട്ട് സീനിയേഴ്സ് ആയിട്ടുള്ള കുറെ ആൾക്കാർ, പ്രായത്തിൽ മൂത്ത ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ നിന്ന് ഒക്കെ നല്ല രീതിയിൽ പോകുന്ന സമയത്ത് ഇപ്പൊ ഈ കൊറോണ സമയം വന്നു. ഗാനയിൽ പ്രോപ്പറായിട്ട് എഫക്റ്റ് ആയത് ഒരു മാർച്ച് സമയമാകുമ്പോഴാണ് കൊറോണ നല്ല രീതിയിലൊന്ന് ഒരു എഫക്റ്റ് ആയിട്ട് എല്ലായിടത്തും റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഓഫീസ് ഷട്ട് ഡൗൺ ചെയ്തു. എന്റെയൊക്കെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു മൂന്നാഴ്ച ഒരു മാസം മുതൽ വരെ എന്തോ മൊത്തത്തില് നമുക്ക് വീട്ടിലിരുന്നിട്ടുള്ള ചെറിയ ചെറിയ പരിപാടികളല്ലാതെ ബാക്കിയുള്ള ഒന്നും ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ ഈ പറഞ്ഞ നാട്ടിലത്തെ പോലെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. പോലീസ് ചെക്ക് പോസ്റ്റും കുറെ മറ്റേ ഈ പറഞ്ഞ പോലെ ബാരിക്കേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മളങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുന്ന കാര്യങ്ങളില്ല. മാസ്ക് ഇടണം അത് മാത്രമായിരുന്നു അവർ നോക്കിയിരുന്ന ഒരു കാര്യം. പക്ഷെ അത് ദുർവിനിയോഗം ചെയ്യുന്ന വേറെ കുറച്ച് പോലീസ് ഏമാന്മാരുണ്ടായിരുന്നു. അവർ ഈ പറഞ്ഞ പോലെ മാസ്ക് അഥവാ ഒന്ന് താഴ്ന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഡ്യൂട്ടിയാണ് കേട്ടോ. ഡ്യൂട്ടീനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നല്ല. പക്ഷേ ഡ്യൂട്ടിക്ക് പുറമെ പിന്നെ വല്ലതും കിട്ടാന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതെല്ലാ സ്ഥലത്തും ഉണ്ടാവുമല്ലോ, അതേപോലെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ പേടിച്ച് പിന്നെ നമ്മൾ മര്യാദയ്ക്ക് ഇത് ഇട്ടിട്ട് പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഒക്കെ നിന്നൊരു സമയത്ത് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ ആണെങ്കിൽ നല്ല ഡോക്ടർ. എനിക്ക് ഇവിടെ തന്നെ ഡെലിവറി നടത്തണം എന്നുണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഡെലിവറി കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ സെക്കൻഡ് ഞങ്ങൾ പേടിച്ചിട്ടാണ് നാട്ടിലേക്ക് പോയത്. റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നാട്ടിൽ നിന്ന് ചെയ്യാന്നുള്ളത്. ഫസ്റ്റത്തെ കോംപ്ലിക്കേഷൻ വരുന്ന ആ ഒരു സമയത്തൊക്കെ ഇന്നല്ല കേട്ടോ, എന്നെങ്കിലുമൊക്കെ എനിക്ക് സംസാരിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു വിഷയമാണ്. അതായത് ഡോക്ടർമാരുടെ വാക്കുകളും സംസാരങ്ങളും ഒക്കെ അത് പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും മാറിപ്പോകും. പക്ഷെ എന്നിരുന്നാലും ആ ഒരു സമയത്ത് പറയാം, ആദ്യത്തെ തന്നെയുടെ പ്രസവത്തിലെ ഒരു അനുഭവം വെച്ചിട്ട് മാത്രം പറയണം. അതാരാ എന്താണെന്നും കൂടുതൽ നമ്മളിപ്പോ പറയുന്നില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു അവസരം ഉണ്ടാകുമ്പോൾ ഞാനത് സംസാരിക്കും. കാരണം എങ്ങനെ ആവരുത് ചില ഡോക്ടർമാരെന്നുള്ളത് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട് പലരും. അപ്പം ആരെയും ഇതാക്കിയിട്ട് പറയുന്നില്ല ഇപ്പൊ എന്തായാലും. പക്ഷെ ഇവിടത്തെ ഡോക്ടർമാരെ വെച്ച് നോക്കുമ്പോൾ അവര് ഭയങ്കര നമ്മളല്ലേ ഭയങ്കര കെയറിങ് ആയി. ആ സ്ത്രീനൊക്കെ നമ്മള് ആ ലേഡിനൊക്കെ ഇപ്പോഴും നമുക്ക് ഇപ്പോഴും ഫോൺ ഇടയ്ക്ക് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് സംസാരിക്കും. അത് അവര് ഭയങ്കര ഒരു കെയറിങ് ആയിരുന്നു. അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഡോക്ടർമാർക്കൊക്കെ. ആകെയുള്ള ഡോക്ടർമാരെയും ഇവിടുത്തെ മെഡിക്കൽ ഫെസിലിറ്റീസ് ആണ് നമ്മളുടെ ഒരു പോരായ്മ ഉള്ളത്. അതായത് ഇവിടെ പ്രസവം ചെയ്യുന്നവർ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. നമ്മളുടെ സുഹൃത്തുക്കളായ ഒരുപാട് പേരുടെ ഫാമിലി ഇവിടെ തന്നെ ഇപ്പൊ ചെയ്യുന്നത്. ഇവിടെ ഉള്ളവർക്കൊക്കെ കുട്ടികള് ഒന്നും രണ്ടൊന്നും അല്ലല്ലോ. അല്ല, അതിനെക്കൊണ്ട് തന്നെ അവർക്കൊരു പ്രശ്നമല്ല. അപ്പൊ അവരത് വളരെ നന്നായിട്ട് അവർ ഹാൻഡിൽ ചെയ്യുന്നൊരു ഇതാണ്. പക്ഷെ അല്ലാത്ത രീതിയിലുള്ള ഹോസ്പിറ്റൽ സംഭവങ്ങൾ ഇവിടെ പൊതുവെ കുറച്ച് പ്രശ്നമാണ്. അതാണ് ആഫ്രിക്കയിൽ നിങ്ങൾക്ക് എല്ലാം നല്ലതാണ്, നിങ്ങൾക്ക് ഒന്നും മോശം പറയാനില്ലെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മെഡിക്കൽ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, ഡയഗ്നോസ് ആയി കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്ന് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ചിലപ്പം കുറച്ച് കാലതാമസം എടുക്കും. അതൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ അവിടെ പലർക്കും പല രീതിയിലും പ്രശ്നങ്ങൾ വന്നതായിട്ട് നമുക്ക് അറിയാം. പക്ഷെ ട്രീറ്റ്മെന്റിന് ഇങ്ങനെ വലിയ വലിയ ട്രീറ്റ്മെന്റ് ഒക്കെ വരികയാണെങ്കിൽ അധികം ഒരു ഇന്ത്യയിലേക്കും അങ്ങനെയുള്ള വേറെ കൺട്രീസിലേക്കൊക്കെ അവര് ചൂസ് ചെയ്യുന്നത് അങ്ങനെ ഇന്ത്യ അല്ലെങ്കിൽ ദുബായ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്കാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അത് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയ ആൾക്കാരാണ് അതൊക്കെ നോക്കുന്നത്. അല്ലാത്ത ഒരുപാട് ആൾക്കാരും ഉണ്ട്. അവർക്കൊക്കെ പിന്നെ വേറെ ഓപ്ഷൻസ് ഇല്ല. അപ്പം അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഇരുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ നാട്ടിലേക്ക് പോയേ പറ്റൂ എന്നുള്ളൊരവസ്ഥ വന്നു. ഫ്ലൈറ്റും എയർപോർട്ടും എല്ലാം ക്ലോസ്ഡ്, ഒരു വഴിയും ഇല്ല.
അതായത് സിനിമയിൽ നമ്മൾ ഈ എയർലിഫ്റ്റ് ഒക്കെ ചെയ്യുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ. ആ സമയത്താണ് വന്ദേ ഭാരത് അല്ലേ, വന്ദേ ഭാരത് മിഷൻ അങ്ങനെ എന്തോ ആയിരുന്നല്ലോ അല്ലെ, വന്ദേ ഭാരത് മിഷൻ എന്നാണ് എന്റെ ഒരു ഓർമ്മ കേട്ടോ. എന്തായാലും ഡെലിവറി നമുക്ക് നാട്ടിൽ തന്നെ ചെയ്യണം എന്നുള്ള സമയത്ത് ഇതേപോലെ കുറെ നമ്മള് ആളുകളായിട്ട് സംസാരിച്ചു. ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ട് വന്നു. അങ്ങനെ ഒരു ഇവാക്വേഷൻ ഫ്ലൈറ്റ് ഗവൺമെന്റിന്റെ ഇതിലുള്ള രീതിയിൽ എല്ലാം മൂവ് ചെയ്തിട്ട് അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയതിൽ നമ്മുടെ ട്രാവൽ ഏജന്റ് ആയിട്ടുള്ള സദ്ഗുരു എന്ന് പറഞ്ഞിട്ടുള്ള ട്രാവൽസ് ആയിരുന്നു. അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കേട്ടോ. അതെ, കാരണം ആരെങ്കിലും ഒക്കെ മുന്നിട്ടിറങ്ങണ്ടേ, എന്തൊരു കാരണമായാലും. അത് ഇറങ്ങിയതിനെ കൊണ്ട് നമ്മൾക്ക് നമ്മളുടെ കാര്യം കുറച്ചും കൂടി നന്നായി നടന്നു അതിനെ കൊണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു എന്താ ചെയ്യാം, നമ്മളെ ഫ്ലൈറ്റ് എല്ലാം ഇതായിട്ട് കിടക്കുന്ന സമയം, എയർപോർട്ടും എല്ലാം ലോക്കായി കിടക്കുന്ന എല്ലാം ക്ലോസ് ആയിരുന്നു. അപ്പൊ ആ ഒരു സമയമാകുമ്പം എന്തായാലും വേറെ ഒരു ഇതുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവര് പോവാനുള്ള ഒരു സമയമായി. ഞങ്ങൾ അതുവരെ ദിവസം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നിന്ന്. പക്ഷെ ശരത്തേട്ടനാണെങ്കിൽ വരാനും പറ്റൂല, വന്നിട്ട് അധികം ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ശരത്തേട്ടന് വരാനും പറ്റില്ലായിരുന്നു. അപ്പൊ ഞാനും മനുഷ്യനും പിന്നെ എന്റെ വയറ്റിലുള്ളത് കുഞ്ഞുവാവയും അങ്ങനെയായിരുന്നു. അപ്പൊ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ഇവിടുന്ന് പോകുമ്പോ. പക്ഷെ പോവാതിരിക്കാനും നിവർത്തിയില്ല. അങ്ങനെ ഫ്ലൈറ്റ് കയറേണ്ട ദിവസമൊക്കെ എത്തി. അപ്പൊ നമുക്ക് എന്താ വെച്ചാല് അത്രയും ട്രാവൽ ചെയ്യണല്ലോ ദൂരം, അതായത് 10-15 മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരിക്കണം. ഇങ്ങനെ ഒരു അവസ്ഥ അൻഷുവിനെ കൊണ്ട്. അൻഷു ആകെ 2-2.5 വയസ്സായിട്ടുള്ളൂ അൻഷുവിന്. അപ്പൊ അടങ്ങിയിരിക്കുകയില്ല. അതാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എടുക്കാനും പറയും നമ്മളോട്, ഇങ്ങനെ എടുക്കണം. ഈ ഒരു മാസ്കും എല്ലാ കാര്യങ്ങളും ഇട്ട്, ഗ്ലൗസ്, അന്ന് മറ്റേ ഈ ഫേസ് ഷീൽഡുമായിട്ട് ഹെൽമെറ്റ് കിറ്റ് ഇട്ടിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ഇനിയിപ്പോ പ്രഗ്നന്റ് അല്ല, വേറെ കുഴപ്പങ്ങളൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത്രയും കെയർഫുൾ ആയിട്ടാണ് പോയിട്ടുള്ളതും. അപ്പൊ പോകുന്ന സമയത്ത് എയർപോർട്ടിൽ എത്തിയപ്പോഴും ഇവിടെ കുറെ കാഷ്യൂലുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. എനിക്ക് അവരുടെ പേരൊന്നും അറിയില്ല, ഞാൻ ജസ്റ്റ് വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പൊ അവരൊക്കെ പരിചയമായി പെടുന്ന സമയം എല്ലാവരും ഇത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ കാണുമ്പോഴാണ് എന്താണ് മോൻ എന്റെ കയ്യിലായിരുന്നു കേട്ടോ, മോനെ ഞാനാണ് നോക്കിയത്. അതായത് ഒരുപാട് ആൾക്കാര് മോനെ നോക്കി. എന്റെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോ ഒരുപാട് പേര് വന്നിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ സ്പെഷ്യൽ താങ്ക്സ്. ഞാൻ നിങ്ങൾ ആലോചിക്കാറുണ്ട്. അപ്പം അങ്ങനെ യാത്ര തുടങ്ങി. ഭക്ഷണത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇവാക്വേഷൻ ഫ്ലൈറ്റ് ആണ്, നമ്മൾ മനസ്സിലാക്കണം. വെള്ളത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കണം. സീറ്റിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പലരും അവിടെ ഇവിടെ എല്ലാം ആയിട്ട് ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അല്ലെ, നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫ്ലൈറ്റ്. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടോടെ നാട്ടിലെത്തി. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നാട്ടിലെത്തി. എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയല്ലോ, ഇനി പ്രശ്നങ്ങളില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതെ, നമ്മള് എറണാകുളത്തേക്കായിരുന്നു പോയത്, കൊച്ചിനായിരുന്നു. പിന്നെ എന്റെ വീട് നിൽക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അടുത്താണ്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് ടാക്സി വിളിക്കുകയാണ് ചെയ്തത്, എയർപോർട്ട് ടാക്സി വിളിക്കുകയാണ് ചെയ്തത്. ഇത്രയും ദൂരത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് ആരും വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ നിന്ന് അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ടാക്സി സമയത്ത് ഈ പറഞ്ഞ പോലെ പോവാനും വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. അപ്പൊ ടാക്സി ഡ്രൈവറിനെ ആ സമയത്ത് ഒരു അല്ല, നമ്മള് വേറെ ഏതെങ്കിലും വണ്ടി വരാണെങ്കിൽ അവിടെ നിന്നൊക്കെ ചെക്ക് ചെയ്തിട്ടൊക്കെ വിടുള്ളൂ. അങ്ങനെ ബുദ്ധിമുട്ടും. അതും ഒരു എന്താ പറയാ, ടാക്സി ഡ്രൈവറെ നമുക്ക് കാണാൻ പറ്റില്ല അവിടെ അല്ലെ. നമുക്കൊരു ഷീൽഡ് പോലെ ഫ്രണ്ടിൽ കവർ ചെയ്യും അവരെ. പാസഞ്ചറിന് ഇവരും ഒരു പാർട്ടീഷൻ വെച്ചിട്ട് ഇതൊക്കെ ആക്കിയിട്ട് അങ്ങനെ ബുദ്ധിമുട്ടായി. ഭയങ്കര പോകുമ്പോ അങ്ങനെ ബുദ്ധിമുട്ടി. നമ്മൾ പോകുന്ന സമയത്ത് തന്നെ വൊമിറ്റ് ചെയ്യുന്ന, അത്രയും ദൂരം പോവണ്ടേ. അപ്പൊ വൊമിറ്റ് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വൊമിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അവരോട് പറയും, ഏട്ടാ ഒന്ന് വണ്ടി നിർത്തോ, ഞാനൊന്ന് വൊമിറ്റ് ചെയ്തോട്ടെ എന്നിട്ട് സൈഡാക്കി പോയി വൊമിറ്റ് ചെയ്യും. അപ്പൊ എന്റെ പിന്നാലെ ഉണ്ടാവും മനുഷ്യൻ വരുന്നത്. ഞാൻ വൊമിറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ ജോഡി അടിച്ച് പോവായിരുന്നു വീട്ടിലേക്ക്. അതായത് വീട്ടിലെത്താലോ, എന്തൊക്കെയാണെങ്കിലും വീട്ടിലെത്താന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു. എന്തൊക്കെ സഹിച്ചിട്ടാണെങ്കിലും നമുക്ക് പോയത് എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ എന്നുള്ള ഒരു രീതിയിലായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി, വീടിന്റെ അടുത്തെത്തി വണ്ടി നിർത്തിയ സമയത്ത് അടുത്ത വീട്ടിലൊക്കെ ചുറ്റും ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. ധന്യ വരികയാണ് ഇന്ന്. പക്ഷെ ധന്യനെ കാണാൻ പറ്റൂല, അവർക്ക് കാണാൻ പറ്റും, അടുത്തേക്ക് വരാൻ പറ്റൂല ആർക്കും. എല്ലാവർക്കും ദൂരെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പൊ അതന്നെയാണെങ്കിലും നമ്മള് ടാക്സിന്ന് ഇറങ്ങുന്ന സമയത്തും ടാക്സി ഡ്രൈവർ കുറച്ച് ഒന്ന് മാറി നിന്നിട്ടൊക്കെയാണ്. ഭയങ്കര നമ്മള് ഈ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എല്ലാവർക്കും ആ ഒരു അവസ്ഥ അറിയാലോ. ആ ഒരു സമയത്ത് നമ്മളെ എന്താ പറയാ, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഒക്കെ കഴിഞ്ഞു നമ്മള് വീട്ടിലേക്ക്. വീട്ടിലുണ്ടായിരുന്നത് അപ്പൊ ആ സമയത്ത് അമ്മ മാത്രമായിരുന്നു.
ബാക്കി എല്ലാവരോടും വീട്ടിൽ നിന്ന് മാറി പോവാൻ പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിൽ നിന്നൊക്കെ അങ്ങനെയാണല്ലോ പറയാ, അവര് ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പം അമ്മ മാത്രമാണ് താഴത്ത് നിന്നത്, ഞങ്ങള് മുകളിലേക്ക് കയറി പോവാ ചെയ്ത്. പക്ഷെ അമ്മേനെ കണ്ടു എന്ന് പറഞ്ഞിട്ടും അമ്മേന്റെ അടുത്തേക്ക് പോവാനോ അമ്മേനെ പോയി കെട്ടിപ്പിടിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ. അത്രയും കാലം കഴിഞ്ഞിട്ട് വരുമ്പോ അമ്മയ്ക്കാണെങ്കിൽ ക്വാറന്റൈൻ 28 ദിവസം. 28 ദിവസം എല്ലാ കാര്യങ്ങളും തുണി അലക്കല് മുതൽക്ക് വീണ്ടും ഇവിടുന്ന് പോയിട്ട് പിന്നെയും അവിടുന്ന്, അതായത് അൻഷുനിയും നോക്കണം, എല്ലാ കാര്യങ്ങളും. അമ്മ ഫുഡ് ഉണ്ടാക്കിയിട്ട് എല്ലാം കൊണ്ടുവന്നിട്ട് മുകളിലേക്ക് തരും. പക്ഷെ ആ സമയത്ത് അമ്മ നോക്കുമ്പോണ്ടാവും അൻഷു അവിടുന്ന് ഇങ്ങനെ അമ്മമ്മേന്ന് വിളിക്കും. അപ്പൊ അമ്മയ്ക്ക് വന്നിട്ട് അൻഷുനെ എടുക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ താഴത്തേക്ക് പോകണമെന്നുണ്ട്. പോവാൻ വേണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താഴേക്ക് ഇറങ്ങാൻ നോക്കും. അപ്പൊ ഞാൻ പറയും ഇങ്ങോട്ട് വേണം എന്നിട്ട് പിടിച്ചു വലിക്കും. അതൊക്കെ ഒരു കാലം. പക്ഷെ അച്ഛനെ കാണാൻ പറ്റുന്നില്ല, ഏട്ടന്മാരെ കാണാൻ പറ്റുന്നില്ല, ആരും കാണാൻ പറ്റുന്നില്ല. എല്ലാരും ദൂരെ നിന്ന് കാണാം. എല്ലാരും വരും, ആ പറമ്പിന്റെ അപ്പുറത്ത് നിന്നിട്ട് നോക്കും, അങ്ങനെ സംസാരിക്കുന്നൊക്കെ അല്ലാതെ നമ്മള് മുകളിൽ നിന്നിട്ട് സംസാരിക്കുന്നല്ലാതെ താഴേന്ന് ആരുമായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ല, ഒന്നുമില്ല. ഒരു 7ാമത്തെ ദിവസം പോയിട്ട് ടെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. പക്ഷെ ഈ 28 ദിവസം ഞാൻ വീട്ടിൽ നിന്നപ്പോഴും എനിക്ക് ഇവിടുന്ന് വന്നതാണ്, ഗാനയിൽ വന്നതാണ്. പക്ഷെ എനിക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്കപ്പ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറ്റിയില്ല. അതിനൊന്നും പറ്റൂല. നമ്മള് 28 ദിവസം കഴിഞ്ഞ് ഈ ക്വാറന്റൈൻ്റെ ടെസ്റ്റിന്റെ റിസൾട്ട് ഉണ്ടല്ലോ, അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പുറത്തിറങ്ങാനും ഇതുപോലെ ഹോസ്പിറ്റലിൽ പോയി കാണിക്കാനും പറ്റുള്ളൂ. അപ്പൊ എനിക്ക് അതിന്റെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്താവും, വയറ്റിലൊരു കുട്ടി കിടക്കല്ലേ, അപ്പൊ അവിടുന്ന് ഇത്രയും ദൂരം വന്നിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയുള്ള ഒരു മനസ്സിനെ തന്നെ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ 28ാമത്തെ ദിവസം ടെസ്റ്റിന്റെ റിസൾട്ട് വന്ന് പുറത്തേക്ക് ഇറങ്ങാലോ എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആ തലേ ദിവസം രാത്രി 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഞാൻ ഷട്ടറിനായിട്ട് സംസാരിച്ച് നിൽക്കും, ഫോണിൽ സംസാരിച്ച് നിൽക്കുക. പെട്ടെന്ന് ഏതോ ഒരു അറിയാത്ത നമ്പറിൽ നിന്ന് കോള്. ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ ഞാൻ ഇതാ ആരോ വിളിക്കുന്നുണ്ട്, ഞാൻ നോക്കിയിട്ട് ഏട്ടനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്ത സമയത്ത് എന്നോട് അപ്പുറത്തുനിന്ന് ഹലോ ധന്യല്ലേ ഒക്കെ പറഞ്ഞാൽ അതെ ധന്യാണ്, ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. അപ്പോൾ ഷാനവാസ് ഡോക്ടറെ പേര്. അപ്പോൾ ഷാനവാസ് ഡോക്ടറാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ വിളിച്ച മോക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ മോളെ കൂടെ ആരാ, മോനാണോ വന്നത്, അവിടുന്ന് ഗാനന്ന് വന്നപ്പോ മോനാണോ, അതെ പറഞ്ഞ അതേ മോനാണ്. ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടി മോളെ. അപ്പം നോക്കിയ സമയത്ത് മോക്ക് പോസിറ്റീവാണ്, കൊറോണ പോസിറ്റീവാണ്. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ആകെ കണ്ണെന്ന് 2 കണ്ണെന്നും ഇങ്ങനെ. അതായത് 28 ദിവസം അങ്ങനെ നിന്നിട്ട് താഴത്ത് ഇറങ്ങിയിട്ട് ഒന്ന് അച്ഛനും അമ്മേന്റെയും അടുത്തും ഏട്ടന്മാരുടെ അടുത്തും എല്ലാവരുടെ അടുത്തും പോവാന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്താണ് ഇടുത്തി പോലെ ഇത് തലയിൽ വീഴുന്നത്. കണ്ണിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകുകയാണ് ആ സമയത്ത് ഇത് കേട്ടപ്പോ. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു ഒന്നും പേടിക്കണ്ട, നമ്മള് ഇപ്പൊ ഒരു ആംബുലൻസ് നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസ് വരും. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നായിരുന്നു. അപ്പൊ ആംബുലൻസ് വരും. ആംബുലൻസ് എന്നൊക്കെ കേട്ടപ്പോ തന്നെ ഞാൻ ആകെ സൈഡായി. അങ്ങനെ ഏട്ടനെ വിളിച്ച് പറഞ്ഞു. ഏറ്റവും വലിയ കാര്യം തന്നെ അൻഷുവിനെയും കൊണ്ടുപോകണം. അൻഷുവിന്റെ റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു. പക്ഷെ കൂടെ നിന്നതുകൊണ്ട് തന്നെ ചിലപ്പം സാധ്യത ഉണ്ടാവും. എന്നാൽ ഒരു തരത്തിലുള്ള സിംറ്റംസോ ഒരു പനിയോ ജലദോഷമോ ഒന്നും ഇല്ലായിരുന്നു. ഒന്നും ഇല്ലാഞ്ഞിട്ട് പോസിറ്റീവ് വന്നു. ഇപ്പോഴും എനിക്ക് പേഴ്സണലി അതിൽ വിശ്വാസം ഇല്ല കേട്ടോ. എന്തിനെ കൊണ്ട് ആ റിസൾട്ട് അങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് അറിയില്ല. എന്നാൽ പോലും എന്തിനെ കൊണ്ട് വന്നതെന്ന് അറിയില്ല. പ്രഗ്നന്റ് ആയിട്ട് കാണിച്ചത് എന്താണ് കാണിച്ചതാണോ അറിയില്ല. ഒന്നും നമുക്ക് അതിന്റെ സയന്റിഫിക്കലി നമുക്കൊന്നും പറയാൻ കഴിയുമെന്ന് നമ്മൾ പറയുന്നില്ല. ചിലപ്പോ ഈശ്വരന്റെ ഓരോ ഇതായിരിക്കും. അതെ. അങ്ങനെ എന്നിട്ട് ആംബുലൻസ് ആയിട്ട് രാത്രി വന്നു. ആംബുലൻസിൽ നിന്ന് 2-3 ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങി. അപ്പം അവരിറങ്ങിയിട്ട് അവര് ഇട്ട ആ ഫുൾ കിറ്റ് ഇട്ടിട്ടുണ്ട്, മൊത്തത്തിൽ മൂടിക്കൊണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം വീടിന്റെ അടുത്തുള്ളവരൊക്കെ അറിഞ്ഞിട്ട് അതായത് വീട്ടിന്റെ ചുറ്റും ആൾക്കാർ, ഞാൻ ധന്യ പറഞ്ഞു കേട്ട സീനാട്ടോ. അതായത് ധന്യ ഇവിടേക്ക് കേറുമ്പം അമ്മ മാത്രല്ല കരയുന്നത്, ധന്യന്റെ നാട്ടിലുള്ള കുറെ ആൾക്കാർ കരയായിരുന്നു കേറുമ്പോ. പ്രഗ്നന്റും ആണ്. ധന്യ നാട്ടിൽ നിന്ന് വന്നിട്ട്, അതായത് പുറത്തുനിന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ ഒരാൾക്ക് വരാന്ന് പറയുമ്പോൾ, ഞാനാണെങ്കിൽ ഇവിടുന്ന് എന്റെയും ഐസി പോയ ഒരു അവസ്ഥ. കുറെ പേര് കുറെ നേർച്ചകളൊക്കെ നേർന്നു. അതിന്റെ നേർച്ച ഇനിയും ചെയ്യാനുണ്ട് കേട്ടോ, നാട്ടിൽ പോയിട്ട് ചെയ്യാനുണ്ട്. അപ്പോ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ വണ്ടി കയറി, ആംബുലൻസിൽ കയറി. ഫസ്റ്റ് ടൈമാണ്, ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ആംബുലൻസിൽ കയറുന്നതും. ആ സമയത്ത് എന്തൊക്കെയോ മനസ്സിന്, നമ്മള് ചില സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് നേരിടേണ്ട അവസരങ്ങൾ ഉണ്ടാവുമല്ലോ, അതിലൂടെയൊക്കെ കടന്നുപോയി. അങ്ങനെ അത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യം കേട്ടോ. അതായത് എല്ലാ സ്ത്രീകൾക്കും എന്താ പറയാ, സ്ത്രീകള് സ്വാഭാവികമായിട്ടും പുറമെ നമ്മൾ എങ്ങനെ കാണുമെന്നുള്ള പോലെയല്ല, ഒരു ഇൻസൈഡ് അവർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അതിന്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ് സത്യത്തിൽ പറഞ്ഞത്. കാരണം അത് ഇവിടുന്ന് പോയത് മുതൽക്ക് എല്ലാം
A to Z ഒറ്റയ്ക്ക് തന്നെ ഫേസ് ചെയ്യേണ്ട അവസ്ഥ വന്നു. അത് അൻഷും കൂടെ ഉണ്ടായി. അൻഷുവിനൊരു കുറവ് വരുത്തിയില്ല. പിന്നെ എന്താ നമ്മള് ദൈവത്തിനെ വിശ്വസിക്കുക. ദൈവത്തിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും വരൂല എന്നുള്ള രീതിയിൽ നിന്നു. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴും നമുക്കൊരു റൂം തന്നു. ആ റൂമിന്റെ ഉള്ളിൽ ഞാനും അൻഷും മാത്രമായിരുന്നു. അപ്പൊ അതിലേക്ക് വേറൊരാൾ വരും എന്ന് പറഞ്ഞു, പക്ഷെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനും വിചാരിച്ചു വേറൊരാളും ഇതേപോലെ തന്നെ വന്നു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാവൂല. അൻഷുവിനാണെങ്കിൽ അടങ്ങി നിൽക്കൂല, അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കും. അതും ഹോസ്പിറ്റലിന്റെ നിങ്ങൾക്ക് ബെഡും കാര്യങ്ങളൊക്കെ അറിയാലോ. സ്വാഭാവികമായിട്ടും മെഡിക്കൽ കോളേജാണ്. നമുക്ക് ഒരാൾക്ക് കിടക്കാവുന്ന രീതിയിലുള്ളൂ. അതിൽ ഞാനും അൻഷും മാത്രം. തിരിഞ്ഞും മറിഞ്ഞൊന്നും കിടക്കാനും ബുദ്ധിമുട്ട്. ഭക്ഷണത്തില് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഹൈറ്റ് ഉള്ള കട്ടിലുമായിരുന്നു. അപ്പൊ നമുക്ക് കയറി ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അങ്ങനെ അതെ, പരിമിതികൾ ഉണ്ടല്ലോ. എത്രയോ ആൾക്കാർ അവർ നോക്കുമ്പോ അവർക്കും അവരുടെ പരിമിതികളുണ്ട്. പക്ഷെ നമ്മൾക്കിത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട്. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഡോക്ടറെ വിളിച്ചു, എന്നോട് ചോദിച്ചു നമ്പർ തരുമോ, അന്ന് വിളിച്ച ഡോക്ടർ എന്തെങ്കിലും ഫുഡൊക്കെ നമുക്ക് എത്തിക്കാൻ പറ്റുമോ, കെറ്റിൽ എത്തിക്കാൻ പറ്റുമോ. എന്നിട്ട് പുറത്ത് നമ്മള് ക്യാഷ് പേ ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് മറ്റേ അവിടുന്ന് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവരവിടുന്ന് ഭക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ അഡീഷണൽ ഇതായിട്ട് എത്തിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോഴാണ് കുറച്ചെങ്കിലും സമാധാനമായിരുന്നു. മറ്റേത് കുറച്ച് ചപ്പാത്തിയോ. അപ്പൊ ഏട്ടൻ ഇതേപോലെ വന്നിട്ട് അവിടെ താഴത്ത് ഹോസ്പിറ്റലില് താഴത്ത് ആ നഴ്സുമാരുടെ അടുത്ത് കൊടുത്തിട്ട് അളിയൻ ഒക്കെ അത് ചെയ്യാണ് ചെയ്തത്. അങ്ങനെ സാധനം. അപ്പൊ അങ്ങനെയായിരുന്നു അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവിടുന്ന് അങ്ങോട്ട് പോയി 28 ദിവസം ക്വാറന്റൈന്. അത് കഴിഞ്ഞിട്ട് പിന്നെ എത്ര 14 ദിവസമായിരുന്നു. അല്ല 14 ദിവസം മെഡിക്കൽ കോളേജില്. അത് കഴിഞ്ഞു. പിന്നെയും വീട്ടിൽ വന്നിട്ട് 10 ദിവസം 12 ദിവസം പിന്നെയും ക്വാറന്റൈൻ നിന്നു. അതായത് ഓൾമോസ്റ്റ് 2 മാസം ക്വാറന്റൈൻ ആയിരുന്നു. എന്തൊരു അവസ്ഥ. ഒരു കൊറോണ അങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടായ കുട്ടിയാണ് നമ്മളുടെ ആമിക്കുട്ടി. അല്ല, ആമി അതുകൊണ്ട് സ്ട്രോങ് ആയത്. അതെ സത്യം. കാരണം ആദ്യം മുതൽക്കേ അവളത് ഫേസ് ചെയ്തിട്ട് അമ്മേന്റെ കൂടെ ഫേസ് ചെയ്തൊരു കുട്ടി ആയതിനെ കൊണ്ടായിരിക്കും അവൾ കുറച്ചും കൂടി ബോൾഡായി വന്നത്. അപ്പൊ അങ്ങനെ പിന്നെ വീട്ടിലേക്ക് എത്തി. അമ്മീനെ കാണിക്കണല്ലോ. ഹോസ്പിറ്റലിൽ നമ്മള് ബേബിയിൽ പോയി കാണിക്കാൻ വേണ്ടിട്ട് നോക്കിയപ്പം ഗാനയിൽ നിന്ന് വന്നു. പിന്നെ 7ാം മാസമൊക്കെ കഴിഞ്ഞു. അപ്പൊ ആ സമയത്ത് അവരെടുത്തില്ല, അവിടെ നിന്ന് കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വേറെ 2-3 ഹോസ്പിറ്റലിലൊക്കെ പോയി ചോദിച്ചു. അപ്പൊ അവിടെ ഒന്നും എടുക്കൂല എന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് നമ്മള് പോയത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, കോഴിക്കോടുള്ള ഗവൺമെന്റ് വുമൻസ് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ. അപ്പൊ അവിടെ പോയി കാണിച്ചു. ഒന്നാമത് പിന്നെ എന്താ വെച്ചാല് മാനസികമായിട്ട് ഞങ്ങൾക്കും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോവാതെ കുറച്ചും കൂടി ഗവൺമെന്റിലേക്ക് പോവാന്നുള്ള രീതിയിൽ അവരൊന്നും കൂടി കെയർ ചെയ്യുന്നും ഈ ഒരു അവസ്ഥയൊക്കെ കൂടി ആയപ്പോ ആ രീതിയിലേക്ക് ഞങ്ങൾ തീരുമാനം എടുക്കുക ചെയ്തത്. അങ്ങനെ അവിടുന്ന് ആമിക്കുട്ടി ഉണ്ടായി. അപ്പൊ ഇതാണ് ഞങ്ങള് എന്താണെന്ന് വെച്ചാല് ഞങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം ഞങ്ങള് ഫേസ് ചെയ്തൊരു വലിയൊരു സംഭവമാണത്. അതായത് ഇതിപ്പം പറയുമ്പോ എത്രത്തോളം നിങ്ങൾക്കൊക്കെ അത് മനസ്സിലാവുമെന്ന് അറിയില്ല. പക്ഷെ ഇതൊക്കെ ഒരു അല്ലെ നമ്മൾക്ക്, അതായത് നമ്മള് തന്നെ ഞാൻ ഇവിടുന്ന് എന്താ പറയാ മാനസികമായിട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ധന്യ അവിടുന്ന് ഫിസിക്കലിയും മെന്റലിയും 2 രീതിയിലും അവള് പലതും ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പം അതാണ് അത് ഞങ്ങളിങ്ങനെ എങ്ങനെ ഷെയർ ചെയ്യാണ് നിങ്ങളായിട്ട്. നിങ്ങളും ഇനി ഇതൊക്കെ അറിയണം എന്ന് വിചാരിച്ചു. അപ്പം കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല എന്തായാലും ഞങ്ങള്. അതെ, ഇതേപോലെ തന്നെ വീഡിയോകൾ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതെ, അങ്ങനെ സപ്പോർട്ട് ചെയ്യുക അല്ലേ. നമുക്ക് വേറൊരു സന്തോഷം പറയാനുണ്ട് കേട്ടോ. ആ വീഡിയോ ആയിട്ട് നമ്മള് ഉടനെ വരുന്നതാണ്. ഓക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.